നിങ്ങൾ ഏവരെയും രസിപ്പിക്കുന്ന ഒരു കൂട്ടം വളരെ രസകരമായ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഫ്രണ്ട്സ് ഒക്കെ ഒത്തുകൂടി ഒരുമിച്ചിരിക്കുന്നിടത്താണ് പല വെറൈറ്റി കോപ്രായങ്ങളും ഉത്ഭവിക്കുന്നത്. പൊതുവെ ആ കോപ്രായത്തിന് പദ്ധതി ഇടുന്നത് ഒരു കൂട്ടം സുഹൃത്തുക്കളും അതിനിരയാകുന്നത് മറ്റൊരു സുഹൃത്തുമായിരിക്കും. ദാ ഇതുപോലെ. പാവം, അവൻ ഇപ്പോഴും ഉറക്കത്തിലാണ്. അവനിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അവൻ ചിലപ്പോൾ ഇപ്പോഴും കരുതുന്നുണ്ടാവും ഇതൊക്കെ ഒരു സ്വപ്നമാണ് എന്ന്. സുഹൃത്തുക്കളെ കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം, അല്ലാതെന്ത് പറയാൻ. ഇനി ഇവിടെ നമുക്ക് കാണാം, ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായി കേക്ക് മുറിക്കാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ പാർട്ടി പോപ്പർ പൊട്ടിക്കാൻ നിന്ന ചേച്ചിയുടെ ടൈമിങ് കംപ്ലീറ്റ്ലി പാളിപ്പോയി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ടും എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടെന്ന്. കുബേരൻ മൂവിയിൽ ദിലീപിന്റെ കയ്യിലുള്ള ബൈക്ക് പ്ലസ് സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ സിനിമയിൽ ജസ്റ്റ് കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും, ശരിക്കും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന്. അതാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ദാ ഇത് കണ്ടു നോക്കൂ. സോ ബേസിക്കലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി എപ്പോഴും ഫോൺ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കലാണ്. അപ്പോൾ അത്തരത്തിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പേടിപ്പിക്കാനായിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണത്. ആ വീഡിയോ ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തതാണ്. പിന്നീട് സംഭവിച്ചത് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഒന്നുകൂടെ കാണിച്ചേ. ഇയാൾക്ക് എന്താടോ? പാവം, ഈ വീഡിയോ ഉണ്ടാക്കിയ ആൾ ഇതൊന്നും കാണാതിരിക്കട്ടെ. ഇതൊക്കെ കണ്ടാൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമുക്കറിയാം, റീൽസിലൊക്കെ ഇപ്പൊ മെയിൻ ട്രെൻഡ് ഇതാ ഈ ഡാൻസ് ആണ്. സംഗതിയൊക്കെ കൊള്ളാം, ട്രെൻഡൊക്കെ നല്ലതാണ്. പക്ഷേ ഡാൻസ് എവിടെ നിന്നാണ് കളിക്കുന്നത് എന്നൊരു ബോധമൊക്കെ വേണം. ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഹയാൻ, എനിക്ക് ഇവിടെ നോക്ക്. വീഡിയോ ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. ഹയാൻ, ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. വീഡിയോ അയച്ചു കൊടുക്കട്ടെ. ഉറങ്ങല്ലേ, എഴുത്. ഉമ്മക്ക് അയച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, വേണമെങ്കിൽ സ്റ്റാറ്റസും കിട്ടുമെന്നുള്ള മട്ടാണ് കുട്ടിക്ക്. കാരണം അവൻ അതൊന്നും ഒരു വിഷയമേ അല്ല, അവന് ഉറങ്ങിയാൽ മതി. കുട്ടികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൊടുങ്കാട്ടിലൂടെ യാത്രയ്ക്ക് പോയ ഒരു കൂട്ടം യുവാക്കളുടെ സാഹസികത കാണൂ. ഇത് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഇത് ഡ്രൈവ്, ഇത് സ്പോർട്ട്, അത് എക്സലേറ്റർ, ബ്രേക്ക്, ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ്. എന്നാ വണ്ടി എടുക്കും.
മാംസാഹാരത്തെ പറ്റി ഈ അമ്മച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഇറച്ചി എന്നത്തേക്കുമായിട്ട് നിരോധിച്ചാൽ അത്രയും നല്ലത്. ഈ മൃഗങ്ങളെ ഒന്നും കൊന്നു തിന്നാതെ അവർ സൃഷ്ടിയല്ലേ, ദൈവസൃഷ്ടിയല്ലേ അവരും. അതുകൊണ്ട് അതുങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല. സത്യം പറഞ്ഞ ഞാൻ വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല. മീൻ തിന്നും, മീന് കഴിക്കും. അപ്പൊ ഈ പശുവും ആടും കോഴിയും ഒക്കെ ദൈവസൃഷ്ടികളാണ്, അവയെ കൊല്ലാൻ പാടില്ല. അപ്പൊ ഈ മീനുകളെ പിന്നെന്താ മണ്ണിൽ കുഴിച്ചിട്ടുണ്ടാക്കുന്നതാണോ? അത് നമുക്ക് അയഡിനും പ്രോട്ടീനും ഒക്കെ ആവശ്യമുണ്ടല്ലോ, എന്താ അത് നമ്മൾ കഴിക്കും. അതെ, പ്രോട്ടീനൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആടിനെയും കോഴിനെയും പോത്തിനെയൊക്കെ തിന്നുന്നത്. അതുകൊണ്ട് അവയുടെ മാംസം ഒന്നും ഭക്ഷിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ മീനിന്റെ മാംസവും ഭക്ഷിക്കാൻ പാടില്ലല്ലോ. മീന് കഴിക്കും. ജോളോ ചിപ്സ് നിങ്ങൾ മിക്കവർക്കും വളരെ സുപരിചിതമായിരിക്കും. കാരണം ഒരു കാലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രെൻഡായിരുന്നു ഈ ജോളോ ചിപ്സ് ഒക്കെ. അങ്ങനെ ജോളോ ചിപ്സ് വെച്ചുള്ള ഒരു കലാപരിപാടി കൂടി കണ്ടോളൂ. നമുക്കറിയാം ഫിഫ വേൾഡ് കപ്പ് 2022 അവസാനിച്ചു. അർജന്റീന കപ്പും എടുത്തു. പ്രായഭേദമന്യേ എല്ലാവരും ആ വിജയം ആഘോഷിച്ചിട്ടുമുണ്ട്. അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇത്. ഈ വണ്ടി ഇതായിട്ടിറങ്ങി ഇത് ഒത്തിരി കളിയാ അമ്മേ, ഇത് ഒത്തിരി കളിയാ. ഇത് പെനാൽറ്റിയാണ്, ഒത്തിരി കളിയാണ്. ഇദ്ദേഹത്തെ ഒത്തിരി കളി, ഇദ്ദേഹത്തെ ഒത്തിരി കളിയാണ്. ഇത് പ്രേമത്തെ ഒത്തിരി കളിയാ മൊത്തം. തോൽക്കാൾക്ക് എല്ലാ കളിയും പെനാൽറ്റി കൊടുക്കുക. ഫസ്റ്റ് തന്നെ മെസ്സി അടിക്കുക. ഇത് നോളത്തില്ല തമാശ അഞ്ചെണ്ണം മെസ്സിന്റെ എടുത്തിട്ട് ഗോൾഡൻബൂത്ത്, 5 ഞങ്ങൾ എടുത്തിട്ടാ കാല് പൊളിത്തിക്കണ ഞങ്ങള്. എന്താ അയൽപ്പക്കത്ത് നല്ല അടിപൊളി പരിപാടി നടക്കുകയാണ്. പുള്ളിക്കാണെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ട് ഹരം കയറി അങ്ങോട്ട് പോകണമെന്നുമുണ്ട്, എന്നാൽ പോകാൻ മടിയുമാണ്. അപ്പോൾ പിന്നെ മുന്നിലാകെ ഒറ്റ വഴിയേ ഉള്ളൂ. It was at this moment that he knew. He fucked up. പാവം, അവൻ പെട്ടെന്നത്തെ ഒരു ആവേശത്തിൽ അറിയാതെ ചെയ്തതായിരിക്കും. ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളവർക്കറിയാം, ഹോസ്റ്റൽ ഭക്ഷണം വേറെ ലെവലായിരിക്കും. വൈവിധ്യമാർന്ന പല ഭക്ഷണങ്ങളും ഹോസ്റ്റലിൽ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ ചെറിയ ഒരു ഉദാഹരണം മാത്രമാണിത്. ഈ പൂരിയെ പറ്റി എന്താ പറയാനുള്ളത്? പപ്പടം, പപ്പടം സിമിലർ ടു പപ്പടം. മാമാൻ ഇന്നത്തെ പൂരി എങ്ങനെ ഉണ്ടായിരുന്നു? വേണമെങ്കിൽ അതുകൊണ്ട് ഡിസ്കസ് ഒക്കെ കളിക്കാം. കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് പപ്പടം. പപ്പടം ഇത്ര കത്തി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഇത്. പപ്പടം വരെ ഇത്രയും വൃത്തിയിൽ പൊടിയില്ല, അത്രയും ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് കറി കൊഴിച്ച് വെച്ചാൽ കഴിഞ്ഞ് കഴിക്കാൻ എനിക്ക്.
ഓക്കെ ബൈ ബൈ യു ടാറ്റ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.